ആദ്യ OTT റിലീസ് അപ്ഡേറ്റ് ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ തന്നെയാണ്. സിനിമയുടെ ഇന്ത്യൻ OTT റിലീസ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ ഗ്രാൻഡ് ഡിജിറ്റൽ പ്രീമിയർ ജൂൺ മാസം 4-ാം തീയതി വൈകുന്നേരം 7 മണി മുതലാണ് പല ഭാഷകളിലായിട്ട്. സിനിമയുടെ എക്സ്റ്റെൻഡഡ് കട്ട് വേർഷൻ തന്നെയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസം 4-ാം തീയതി. സിനിമയുടെ നോർമൽ വേർഷൻ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചതാണ് മെയ് മാസം മുതൽ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് KD ദ ഡെവിൽ എന്ന സിനിമേന്റെയാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. ജൂൺ 5-നാണ് പടം OTT റിലീസിന് പോകുന്നത് ZEE5 കന്നഡയിൽ മാത്രമാണെന്ന് വിഷമിക്കേണ്ട. സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലും സിനിമ അവൈലബിൾ ആയിരിക്കും ജൂൺ 5-ന് നമ്മുടെ ZEE5. മറ്റൊരു സിനിമയാണ്, തെലുങ്ക് സിനിമയാണ് സേവ് ദ ടൈഗർ 3 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമേന്റെ OTT അവകാശം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ ഈ വരുന്ന ജൂൺ 19-നാണ് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. കണ്ടൊരു കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ജിയു എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ഇതൊരു മലയാള സിനിമയാണ്. സിനിമ കഴിഞ്ഞ വർഷം എങ്ങാണ്ടാണ് റിലീസ് വന്നത്. സൈജു ഗ്രൂപ്പ് അഭിനയിച്ച ഒരു മലയാള സിനിമയും കൂടിയാണ്. സിനിമേന്റെ OTT അവകാശങ്ങൾ നമ്മുടെ മനോരമാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമ ഉടൻ തന്നെ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. കേൾക്കാൻ സാധിക്കുന്ന ഇനീഷ്യൽ ഡേറ്റ് ജൂൺ 5-ാം തീയതി എന്നാണ്, മലയാള ഭാഷയിൽ മാത്രമായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് കാർമനി സെൽവം എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെയാണ്. സിനിമ ഈ വരുന്ന ജൂൺ മാസം 3-നാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആമസോൺ പ്രൈമില്. നമ്മുടെ ഗൗതം വാസുദേവനൊക്കെ കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിച്ച സിനിമയും കൂടിയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജൂൺ 3-ന് കാർമനി സെൽവം എന്ന് പറഞ്ഞ സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് 29 എന്ന് പറഞ്ഞൊരു സിനിമേന്റെയാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ജൂൺ മാസം തന്നെയാണ് 5-ന് പടം OTT റിലീസിന് പോകുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ടായിരിക്കും 29 എന്ന് പറഞ്ഞ തമിഴ് സിനിമ OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കുക ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഹോളിവുഡ് സിനിമ ആരാധകർക്ക് തന്നെയാണ്. അവതാർ ദ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമയുടെ ഇന്ത്യൻ OTT റിലീസ് പ്രീമിയർ അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇന്ത്യൻ പ്രീമിയർ അവകാശം മേടിച്ചത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലായിട്ട് ജൂൺ 24-ാം തീയതിയാണ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ ഇന്ത്യയിൽ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുക ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റും ഹോളിവുഡ് തന്നെയാണ്. നമ്മുടെ മൈക്കിൾ സിനിമേന്റെയാണ്. മൈക്കിൾ ജാക്സന്റെ കഥ പറഞ്ഞു പോകുന്ന മൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ ഇന്ത്യൻ OTT റൈറ്റ്സ് നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ച. സിനിമ ഈ വരുന്ന ജൂൺ 26-ാം തീയതിയാണ് OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് നമ്മുടെ മൈക്കിൾ സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മലയാളത്തിൽ നിന്ന് ഈ വർഷം പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ്. മൾട്ടി സ്റ്റാർ സിനിമയെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ. സിനിമ ജൂൺ 5-ന് നമ്മുടെ ZEE5 മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിൽ സിനിമ OTT റിലീസ് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. വലിയൊരു ബോക്സ് ഓഫീസ് ദുരന്തം തന്നെയായി മാറിയിരിക്കുകയായിരുന്നു നമ്മുടെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ. ഇനി OTT റിലീസിന് കാണാൻ നമുക്ക് സിനിമ അഭിപ്രായങ്ങള്. മറ്റൊരു സിനിമയാണ് ഈ വർഷത്തെ ഹൈയസ്റ്റ് ഗ്രോസിംഗ് ആവാൻ ഹൈ ചാൻസ് ഉള്ള നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗം ലാലേട്ടൻ സിനിമ. ജൂൺ മാസം 18-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിൽ മാത്രമായിട്ടായിരിക്കും അവൈലബിൾ ആവാൻ പോകുന്നത്. ഹിന്ദി പകർപ്പ് തിയേറ്റർ റിലീസിന് ശേഷം മാത്രമായിരിക്കും വരാൻ പോകും നമ്മുടെ അജയ് ദേവന്റെ. അടുത്ത OTT അപ്ഡേറ്റ് കറുപ്പ് എന്ന് പറഞ്ഞ സൂര്യനൻ സിനിമേന്റെയാണ്. സിനിമേന്റെയും OTT അവകാശം നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചത്. ആമസോൺ പ്രൈമില് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷയിലായിട്ട് ജൂൺ മാസം 12-നാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. നിലവിലെ സിനിമയ്ക്ക് 300 കോടിയിലേറെയാണ് ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയും മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ ദൃഢം എന്ന സിനിമേന്റെയാണ്. സിനിമേന്റെ OTT അവകാശം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. സിനിമ ഈ വരുന്ന ജൂൺ 12-ാം തീയതിയാണ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ട്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ഫിലിപ്പ് ചാനൽ.